ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടാഗുകളെയും ബാഡ്ജുകളെയും കുറിച്ചാണ്. എന്തിനാണ് നമ്മൾ ഈ ടാഗുകളും ബാഡ്ജുകളൊക്കെ യൂസ് ചെയ്യുന്നത്? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളെ ഒരു ഇവൻറ്റ് നടക്കുകയാണ്, അതേപോലെ ഒരു ഉത്സവം നടക്കുകയാണ്, അതേപോലെ കൺവെൻഷനുകൾ, എന്ത് പരിപാടി ആയിക്കോട്ടെ, അവിടെ നമുക്ക് ഭാരവാഹികളെയും മറ്റ് VIPസിനെയൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ടാഗുകളും അതുപോലെ തന്നെ ബാഡ്ജുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരം ബാഡ്ജുകളും ടാഗുകളും എത്ര വില കുറവിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ബാഡ്ജുകളും ടാഗുകളും ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് റിബൺ ടൈപ്പ് ബാഡ്ജസ് ആണ്. ഇത് നമ്മൾ സാധാരണയായി VIPസിനൊക്കെ, ഇപ്പോൾ സ്റ്റേജിലൊക്കെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ VIPസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിന് 3 റിബൺ ഉണ്ട്, 3 റൗണ്ടിൽ റിബൺ ഉണ്ട്, അതുപോലെ 2 സെറ്റ് റിബൺ, അതുപോലെ 1 സെറ്റ് റിബൺ, അങ്ങനെ പല ടൈപ്പിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ നമുക്കത് നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉത്സവങ്ങളും അതുപോലെ തന്നെ ഈ ഉത്സവങ്ങൾ, ഇവൻറ്റുകൾ, കൺവെൻഷനുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് ഈ ടാഗുകൾ. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പൗച്ചിൻ്റെ അകത്താണ് ഇട്ടിട്ടുള്ളത്. ഈ പൗച്ചൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സിന് ഒരു ടാഗ് കൊടുക്കാന്നുള്ളത് നമുക്ക് ഒന്ന് കാണാം. ഇതാണ് അതിന് നമ്മളൊരു എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, എങ്ങനെ നമുക്കത് കസ്റ്റമേഴ്സിൽ എത്തിക്കാം എന്ന് നമുക്കൊന്ന് കാണാം. സുകന്യ, നമുക്കത് എങ്ങനെയൊന്ന് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്കൊന്ന് കസ്റ്റമേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ? ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ലേസർ പ്രിന്റ് ആണ്. ഡിസൈനൊക്കെ ചെയ്ത് ഇതിപ്പോൾ നമ്മളൊരു അമ്പലത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിന് നമ്മൾ ടാഗ് ഇവിടെ സെറ്റ് ചെയ്തേക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ ലേസർ പ്രിന്റ് ആണ് എടുക്കുന്നത്. ഇനി ബാക്കിയൊക്കെ സുഗിനി കാണിച്ചു തരും. ഇത് ലാമിനേഷൻ പൗച്ചാണ്. അപ്പൊ നമ്മൾ ഇതിനെ മൊത്തത്തിൽ ലാമിനേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് നമുക്കൊരു ലാമിനേഷൻ മെഷീൻ ഉണ്ട് ഇവിടെ. അപ്പൊ അത് ചൂടായി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ലാമിനേറ്റ് ചെയ്തെടുക്കാം.
ഓക്കെ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ടാഗ് നിർമ്മിക്കാന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്, എല്ലാവർക്കും സാധിക്കും. ഇനി അടുത്ത നമ്മളുടെ മുദ്രാലയം പ്രോഡക്റ്റുകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അതുവരെ ബൈ ബൈ.